Today, I am going to discuss fatty acid synthesis. Fatty acids are synthesized by a complex of enzymes together called അതായത് എല്ലാം കൂടെ ഫാറ്റി ആസിഡ്സ് എല്ലാ ഫാറ്റി ആസിഡ്സിനെയും സിന്തസൈസ് ചെയ്യുന്ന ഒരു ഒറ്റ എൻസൈംസിന് നമുക്കൊരു കോമൺ പേര് കൊടുക്കാം, ഫാറ്റി ആസിഡ് സിന്തേസ്. കേട്ടോ, എല്ലാ ഫാറ്റി ആസിഡ്സും സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ്. ഇനി എന്തിനാണ് ഫാറ്റി ആസിഡ് നെസസറി? എന്താണ് കൂടുതലും ഇറ്റ് ഈസ് നെസസറി ഡ്യൂറിങ് ദി ഫാറ്റി ആസിഡ് സിന്തസിസ് എന്ന് പറയുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഫാറ്റി ആസിഡ്സ് സിന്തസൈസ് ചെയ്യാറുണ്ട്. കൂടാതെ ലാക്ടേഷൻ ടൈമില്, മമ്മറി ഗ്ലാൻസില് ലാക്ടേഷന്റെ ടൈമിലും ഫാറ്റി ആസിഡ്സിന്റെ സിന്തസിസ് നടക്കാറുണ്ട്. ഏത് ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു പ്രിക്കസർ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു പ്രിക്കസർ മോളിക്യൂളായിട്ട് സിന്തസൈസ് ചെയ്യണത് പാൽമിറ്റേറ്റ് ആണ്. പാൽമിറ്റേറ്റ് എന്നാണ് ബാക്കി എല്ലാ ഫാറ്റി ആസിഡ്സ് പ്രിക്കസർ മോളിക്യൂളായിട്ട് ആദ്യം തന്നെ സിന്തസൈസ് ചെയ്യുന്ന ഫാറ്റി ആസിഡ് മോളിക്യൂളാണ് പാൽമിറ്റേറ്റ്. ഈ പാൽമിറ്റേറ്റ് എന്നാണ് ഡൈവേഴ്സ് വെറൈറ്റി ഓഫ് ഫാറ്റി ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഫാറ്റി ആസിഡ്സിന്റെ സാധാരണ സിന്തസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ്. സെല്ലിലെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് സിന്തസിസ് നടക്കുന്നത്. എന്നാൽ ഡീഗ്രഡേഷനോ ബീറ്റ ഓക്സിഡേഷനും അതൊക്കെ നമ്മൾ പറഞ്ഞത് എവിടെ ആയിരുന്നു? മൈറ്റോകോൺട്രിയലായിരുന്നു അല്ലെ. മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലായിരുന്നു ഡീഗ്രഡേഷൻ സ്റ്റെപ്പുകളെല്ലാം നടന്നത്. ഇത് സിന്തറ്റിക് സ്റ്റെപ്പുകളെല്ലാം തന്നെ എന്തുകൊണ്ടാണ്? എൻസൈംസ് സൈറ്റോപ്ലാസത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ സിന്തസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. നെക്സ്റ്റ്, ഇനി ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മോളിക്യൂൾ, അതായത് ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് മലോണൈൽ CoA, അതായത് സെല്ലിന്റെ ഉള്ളില് മലോണൈൽ CoA ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് എന്തായാലും സിന്തസൈസ് ചെയ്തിരിക്കും. അപ്പൊ എന്താണ് അത് പറയാ? ഫോർമേഷൻ ഓഫ് മലോണൈൽ CoA ഈസ് ദി കമ്മിറ്റഡ് സ്റ്റെപ്പ് ഇൻ ഫാറ്റി ആസിഡ് സിന്തസിസ്. ഫാറ്റി ആസിഡ് സിന്തസിസിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റഡ് സ്റ്റെപ്പാണ്. അതായത് മലോണൈൽ CoA ഉണ്ടായി കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്തിരിക്കും എന്നുള്ളതാണ് കേട്ടോ. The committed step in fatty acid synthesis is the malonyl CoA. നെക്സ്റ്റ്, നമുക്ക് എന്തൊക്കെയാണ് അതിൽ നടക്കുന്നത് നോക്കാം. അപ്പോൾ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ചെയിൻ മോളിക്യൂളാണ്. ഫാറ്റി ആസിഡ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ എന്താണ്? അസറ്റേസ് CoA ആയിട്ടാണ് ഡീഗ്രേഡ് ചെയ്ത് പോണത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അപ്പൊ നോർമലായിട്ട് ഫാറ്റി ആസിഡ് ഉണ്ടാക്കാനും എങ്ങനെയായിരിക്കും? ഈ അസറ്റേസ് CoAകള് തമ്മിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെയായിരിക്കും അല്ലേ ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യുന്നത്. അസറ്റേസ് CoAയുടെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. CH3 C ഡബിൾ ബോണ്ടോ SCoA അല്ലേ. ഇതല്ലേ അസറ്റേസ് CoA? കാണാപ്പാടായിരിക്കണം കേട്ടോ. എന്തൊക്കെയാന്ന് പറയുന്നത്? അസറ്റേസ് CoAയുടെ സ്ട്രക്ചർ ഇതാണ്. അസറ്റേസ് CoA, വൺ മോളിക്യൂൾ ഓഫ് അസറ്റേസ് CoA, ഒരു മോളിക്യൂൾ ഓഫ് ATP, ഒരു മോളിക്യൂൾ ഓഫ് HCO3 മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു മോളിക്യൂൾ ഉണ്ടാവും. നമുക്ക് എഴുതാം. ഏത്? CO മൈനസ് CH2 C ഡബിൾ ബോണ്ടോ SCoA. ഇതാണ്. അപ്പൊ കമ്മിറ്റഡ് സ്റ്റെപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ. മലോണൈൽ CoA കൂടുതലായിട്ട് എന്താണ്? H+ റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ എൻസൈമിന്റെ ഇവിടെ എന്താ ചെയ്തേ? ഇവിടേക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ആഡ് ചെയ്യല്ലേ ചെയ്തേ. ഒരു കാർബണും കൂടെ ഈ അസറ്റൈൽ CoAയിലോട്ട് ഒരു കാർബൺ മോളിക്യൂളും കൂടെ ആഡ് ചെയ്യുക ചെയ്തത് അല്ലേ. അപ്പൊ നോർമലായിട്ട്
ഇവിടെ എന്താണ് കാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അസറ്റൈൽ COAക്ക് നടന്ന കാർബോക്സിലേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് പേര് കൊടുക്കാം? അസറ്റൈൽ COA കാർബോക്സിലേസ്. അസറ്റൈൽ COA കാർബോക്സിലേസ്. എല്ലാ കാർബോക്സിലേഷൻ റിയാക്ഷൻസിലും ഉള്ള പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് മിക്കവാറും എന്താണ്? ബയോട്ടിൻ ആണ്. ബയോട്ടിൻ ഈസ് ദി പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്. ഇവിടെ എന്താ ഉണ്ടായേ? അസറ്റൈൽ COA 1 മോളിക്യൂൾ ഓഫ് ATP യൂസ് ചെയ്തിട്ട് എന്തുണ്ടായി? മലോണൈൽ COA ഉണ്ടായി. ഇവിടെ എന്താണ്? ജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് വന്ന് കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? ഈ അസറ്റൈൽ COAനെ കാർബോക്സിലേറ്റ് ചെയ്യുക ചെയ്തത് അല്ലേ? ഇത്രയല്ലേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എൻസൈമിന്റെ പേര് പഠിക്കാൻ കുഴപ്പമില്ല, എളുപ്പമാണ്. അസറ്റൈൽ COA കാർബോക്സിലേസ്. ബയോട്ടിൻ ആണ് ഇവിടെ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മലോണൈൽ COA ഉണ്ടായി. മലോണൈൽ COA എന്ന് പറഞ്ഞാൽ അസറ്റൈൽ COA ഒരു കാർബണും കൂടെ കൂടുതലായിട്ട് മലോണൈൽ COA ഉണ്ടായി. ഇത് ഫാറ്റി ആസിഡ് സിന്തസിസ് വേണമെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് നടക്കും. അപ്പൊ വേണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന റെഗുലേറ്ററി എൻസൈമും കൂടെയാണ് അസറ്റൈൽ COA കാർബോക്സിലേസ് എന്ന് പറയുന്നത്. ഇനി ഫാറ്റി ആസിഡ്, അപ്പൊ ഇതെന്താണ്? മലോണൈൽ COA ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ഫസ്റ്റ് ഇനീഷ്യേഷൻ സ്റ്റെപ്പാണത്. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. 4 റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. നമ്മൾ ഡീഗ്രഡേഷൻ സ്റ്റെപ്പിൽ പറയുന്നത് പോലെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതുപോലെ ഇതിലും സൈക്കിളായിട്ട് നടക്കും. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നടക്കുന്നത്? സൈക്കിളായിട്ട് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടൻസേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് റിഡക്ഷൻ. തേർഡ് സ്റ്റെപ്പ് ഡീഹൈഡ്രേഷൻ. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് റിഡക്ഷൻ. മറ്റേ നമ്മൾ ഓക്സിഡേഷൻ ആണ് പറഞ്ഞത് അല്ലേ? ഡീഗ്രഡേഷനിൽ ഇതിലെന്തൊക്കെയാ? കണ്ടൻസേഷൻ, റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് റിഡക്ഷൻ. ഈ സ്റ്റെപ്പുകൾ സൈക്കിളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ അപ്പൊ നോർമലായിട്ട് ഇതിനൊക്കെ ഫേവർ ചെയ്യുന്ന ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എല്ലാം കൂടെ നമുക്ക് ACP എന്ന് പറയാം, അതായത് അസൈൽ കാരിയർ പ്രോട്ടീൻ. ഈ ഇതില് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അസൈൽ കാരിയർ പ്രോട്ടീൻ. ഈ സ്റ്റെപ്പുകൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കും ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേട്ടോ. ദെൻ അപ്പൊ നമ്മുടെ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനീഷ്യേഷൻ എന്താണ്? ഫാറ്റി ആസിഡിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള അസറ്റൈൽ COA 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി? മലോണൈൽ COA ഉണ്ടായി. നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഒരു 3 കാർബൺ മോളിക്യൂൾ അല്ല, 18 കാർബൺ, 20 കാർബൺ, 16 കാർബൺ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇലോങ്ങേറ്റ് ചെയ്യണം. ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോമേഷൻ. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദി സ്റ്റാർട്ട്സ് വിത്ത് ദ ഫോമേഷൻ ഓഫ് അസറ്റൈൽ ACP ആൻഡ് malonyl ACP. Elongation step is the formation of, അതായത് ഇലോങ്ങേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 മോളിക്യൂളും ഫോം ചെയ്യണം. എന്തൊക്കെയാണ്? അസറ്റൈൽ ACP ആൻഡ് മലോണൈൽ ACP. ACP എന്ന് പറയുന്നത് എന്താണ്? അസൈൽ കാരിയർ പ്രോട്ടീൻ. ഈ അസറ്റൈൽ ഗ്രൂപ്പ് ക്യാരി ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീനാണ് ACP എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇലോങ്ങേഷൻ ഫേസ് സ്റ്റാർട്ട്സ് വിത്ത് ദി ഫോമേഷൻ ഓഫ് അസറ്റൈൽ ACP ആൻഡ് മലോണൈൽ ACP. എങ്ങനെയാണ് അവർ ഫോം ചെയ്യണം നോക്കാം. ആദ്യം അസറ്റൈൽ COA സിമ്പിൾ ആണ്, കമ്പൈൻസ് വിത്ത് എ മോളിക്യൂൾ ഓഫ് ACP ടു പ്രൊഡ്യൂസ് അസറ്റൈൽ ACP പ്ലസ് COA റിലീസ് ചെയ്യും. ഇതിന്റെ എൻസൈമിന്റെ പേരെന്താണ്? അസറ്റൈൽ ട്രാൻസ്ഫറേസ്. അസറ്റൈൽ ട്രാൻസ്ഫറേസ് ആണ് ഇവിടെ എൻസൈമിന്റെ പേര്. അപ്പൊ എന്താ ഉണ്ടായേ? അസറ്റൈൽ COA കമ്പൈൻസ് വിത്ത് എ മോളിക്യൂൾ ഓഫ് ACP
to produce acetyl ACP and CoA. Next is the production of malonyl ACP. Malonyl ACP form ചെയ്യാൻ same procedure തന്നെ. Malonyl CoA combines with ACP to produce malonyl ACP plus CoA. ഇവിടുത്തെ എൻസൈം എന്തായിരിക്കും? malonyl transferase. ഇവിടെ malonyl ഗ്രൂപ്പ് അല്ലേ ട്രാൻസ്ഫർ ചെയ്തത്? malonyl transferase. അപ്പോൾ ഇവിടെ ഇലോങ്ങേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള 2 മോളിക്യൂൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. എന്തൊക്കെയാണ്? അസറ്റൈൽ ACP ആൻഡ് malonyl ACP. ഇനി ഇതിപ്പോൾ ഈവൻ നമ്പർ ഓഫ് 18 അല്ലെങ്കിൽ 16 20 അങ്ങനെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്, അങ്ങനെയുള്ള ഫാറ്റി ആസിഡ് ആണ് സിന്തസൈസ് ചെയ്യണ്ടെങ്കിലാണ് അസറ്റൈൽ ACP malonyl ACP ഉണ്ടാക്കുക. ഇനി ഓഡ് നമ്പർ ആണ് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? പ്രൊപ്പിയോണൈൽ ACP വേണം വരാൻ. പ്രൊപ്പിയോണൈൽ ACP ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊപ്പിയോണൈൽ CoA ACP ആയിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പം എന്താണ്? പ്രൊപ്പിയോണൈൽ ACP പ്രൊഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ഇരിക്കും. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പിയോണൈൽ ACP ആണ്, ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ malonyl ആൻഡ് അസറ്റൈൽ ACP. ദെൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇലോങ്ങേഷൻ. അപ്പൊ ഇലോങ്ങേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താ നമ്മൾ പറഞ്ഞേ? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇലോങ്ങേഷൻ. ആ സ്റ്റേജില് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 4 റിയാക്ഷൻസ് നടക്കണമെന്നു. കണ്ടൻസേഷൻ, റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് റിഡക്ഷൻ. ഇത്ര സ്റ്റെപ്പുകൾ കൂടിയാലാണ് ഫാറ്റി ആസിഡ് മോളിക്യൂള് ഇലോങ്ങേറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദി കണ്ടൻസേഷൻ. കണ്ടൻസേഷനിൽ ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടായത്? ഇപ്പൊ ഉണ്ടായ 2 മോളിക്യൂളാണ് അസറ്റൈൽ ACP ആൻഡ് malonyl ACP. ഈ 2 മോളിക്യൂളാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോസസ് എന്താ ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കണ്ടൻസേഷൻ. അപ്പൊ അസറ്റൈൽ ACP കമ്പൈൻസ് വിത്ത് എ മോളിക്യൂൾ ഓഫ് malonyl ACP. malonyl ACPയുടെ ഇത് എത്രയാണ്? 3 കാർബൺ ആണ് കേട്ടോ. പ്രൊഡ്യൂസ് അസറ്റൈൽ ACP. അസറ്റൈൽ ACP അതൊരു 4 കാർബൺ ആണ്. അപ്പൊ നോർമലായിട്ട് ഇവിടെ 2 കാർബൺ മോളിക്യൂളും 3 കാർബൺ മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ ഒരു 4 കാർബണാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് അപ്പൊ തന്നെ അറിയാം നമുക്ക് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യണം അല്ലേ? എന്നാലേ 5 കാർബൺ ആവുള്ളൂ. 2 സൈഡിലും ഒരേപോലെ ആവണ്ടേ? അപ്പൊ അസറ്റൈൽ ACP പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ദെൻ പ്ലസ് ഒരു ACP അല്ലേ? അസറ്റൈൽ ACP അല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിൽ 2 ACP ഇരിക്കണില്ലേ? അപ്പൊ ഒരു ACP റിലീസ് ചെയ്യും. ഈ റിയാക്ഷൻ ആണ് കണ്ടൻസേഷൻ. എൻസൈമിന്റെ പേര് ബീറ്റ കീറ്റോ അസൈൽ ACP സിന്തേസ്. ബീറ്റ കീറ്റോ അസൈൽ ACP സിന്തേസ്. അസൈലാണ് കേട്ടോ, ഞാൻ ഇപ്പൊ തെറ്റിപ്പോയി. അസൈൽ ACP സിന്തേസ്. അപ്പൊ ഇതിൽ ബീറ്റ കീറ്റോ എന്നുള്ള പേര്, അപ്പൊ ബീറ്റ കാർബണിലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ അസറ്റൈൽ ACPയുടെയും malonyl ACPയുടെയും സ്ട്രക്ചർ നമുക്കറിയാം. ദെൻ അസറ്റൈൽ ACP എഴുതാൻ ഇപ്പൊ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. CH3 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ യെസ് CoA എന്നല്ലേ നമ്മൾ എഴുതിയിട്ടുണ്ടായത്. അതിന് വരെ ACP എന്നങ്ങ് എഴുതിയാൽ പോരെ, വേറെ ഒന്നും എഴുതാനില്ലല്ലോ. അതായത് അസറ്റൈൽ CoAയുടെ സ്ട്രക്ചർ നമുക്ക് അറിയാം, malonyl CoAയുടെ സ്ട്രക്ചർ അറിയാം. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു, ഇത്രല്ലേ ചെയ്തുള്ളൂ. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് കളയണം. അപ്പൊ എന്ത് വരും? വെറുതെ ജസ്റ്റ് CH3 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ ACP. എൻസൈമിന്റെ പേര് ബീറ്റ കീറ്റോ
അസൈൽ ACP സിന്തേസ്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷനാണ് നമ്മളിവിടെ വരച്ചത്, അതാണ് കണ്ടൻസേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് റിയാക്ഷനാണ് എന്താണ്? റിഡക്ഷൻ അല്ലേ? ഇവിടെ അസറ്റൈൽ ACP എന്ന നമുക്ക് എന്നാൽ പിന്നെ എന്തിനാണ് ഇവിടെ ശരിക്കും നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങൾക്കൊരു സംശയം വരാം. എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് അസറ്റൈൽ ഗ്രൂപ്പ് ചേർന്നിട്ടുണ്ടെങ്കിൽ അസറ്റൈൽ ACP ഉണ്ടായാൽ മതിയായിരുന്നില്ല. ഒരു മലണൈൽ ACP അസറ്റൈൽ ACP കൂടെ കമ്പൈൻ ചെയ്തിട്ടല്ലേ ഇവിടെ അസറ്റൈൽ ACP ഉണ്ടാവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി ഫേവറബിൾ റിയാക്ഷൻ ആണെന്നും ഫേവറബിൾ ആണ് റിയാക്ഷൻസ്. അതുകൊണ്ടാണ് ശരിക്കും ഒരു മലോണൈൽ ACP അസറ്റൈൽ ACP കൂടെ ചേർന്നിട്ട് അസറ്റൈൽ ACP ഉണ്ടായത്. ഈ റിയാക്ഷൻസിന് ആദ്യം നമ്മുടെ മലോണൈൽ ACP ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു HCO3 വേണം എന്ന് പറഞ്ഞു. അപ്പൊ നോർമലായിട്ട് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് അസറ്റൈൽ COA എന്നാണല്ലോ ഡിറൈവ് ചെയ്യുന്നത്. എന്തായാലും അസറ്റൈൽ ACP ഉണ്ടായി കഴിഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് അസറ്റൈൽ ACP എങ്ങനെയാണ് ഉണ്ടായത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മലോണൈൽ ACP അസറ്റൈൽ ACP കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ കഴിഞ്ഞത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അസറ്റൈൽ ACP ഓൺ റിഡക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി റിഡക്ഷൻ, ദാറ്റ് ഈസ് അസറ്റൈൽ ACP ഓൺ റിഡക്ഷൻ. ഇവിടെ NADPH യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. NADPH യൂസ് ചെയ്തിട്ട് NADP+ എന്തുണ്ടായി? 3-ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP ഉണ്ടായി. അസറ്റൈൽ ACP എന്തുണ്ടായി? ഒരു ഹൈഡ്രജൻ ഇതിലോട്ടങ്ങ് കയറിക്കല്ലേ, വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടേക്ക് എന്താണ്? ഹൈഡ്രജൻ കയറി വരണം അല്ലേ? ഹൈഡ്രജൻ കയറി വന്നപ്പോ എന്തുണ്ടായി? ഇങ്ങനെ മോളിക്യൂള് CH3 COH, ബാക്കിയെല്ലാം മറ്റേതുപോലെ തന്നെയല്ലേ? CH2 C ഡബിൾ ബോണ്ടോ ACP. ഇതിന്ന് വ്യത്യാസമുണ്ട്. അതായത് ഇവിടേക്ക് ഹൈഡ്രജൻ അങ്ങ് കയറിക്കല്ലേ, ഇപ്പൊ രണ്ട് സൈഡിലും ഓരോ ഹൈഡ്രജൻ അങ്ങ് കയറി, അപ്പൊ അതല്ലേ ഉണ്ടായത്. അപ്പൊ ഇവിടെ എന്താണ്? OHH എന്ന് വന്നു. അപ്പൊ ഇവിടെ തേർഡ് കാർബൺ അല്ലേ? ഇത് നമ്മളെ നമ്പർ എണ്ണി നോക്കുമ്പോൾ 1 2 3. അപ്പൊ 3-ഹൈഡ്രോക്സി 4 കാർബണുള്ള മോളിക്യൂളാണ്. അപ്പൊ എന്താണ്? 3-ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദി റിഡക്ഷൻ ആണ്. ഇത് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. എന്താണ്? റിഡക്ഷൻ വന്നിട്ട് എന്ത് ചെയ്തു? 3-ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP ഉണ്ടായി. ദെൻ 3-ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP ഓൺ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് വഴി. വാട്ട് ഈസ് ഡീഹൈഡ്രേഷൻ? വാട്ടർ റിമൂവ് ചെയ്യുക അല്ലേ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് വഴി ക്രോട്ടണൈൽ ACP ഉണ്ടാവും. ഇതൊന്ന് വാട്ടർ റിമൂവ് ചെയ്താൽ പോരെ? കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊന്ന് വാട്ടർ റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ എങ്ങനെ വരും? കാർബണിന്റെ വാലൻസി കംപ്ലീറ്റ് ആവണം. അപ്പൊ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ ആയാലല്ലേ കാർബണിന്റെ വാലൻസി ശരിയാവുള്ളൂ. ഇവിടെ കുറച്ച് തെറ്റിപ്പോയി. C ഡബിൾ ബോണ്ട് അല്ലേ വരിക അവിടെ? C ഡബിൾ ബോണ്ടോ അതൊന്നും മാറ്റില്ല, ഈ ഭാഗത്ത് മാറ്റാൻ പറ്റില്ല. C ഡബിൾ ബോണ്ടോ ACP. ഇവിടെ എന്താ ചെയ്തേ? 3-ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP ഓൺ ഡീഹൈഡ്രേഷൻ ടു പ്രൊഡ്യൂസ് ക്രോട്ടണൈൽ ACP. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഈ ഭാഗത്തുള്ള ഇത് വാട്ടർ HOH റിമൂവ് ചെയ്ത് പോയിക്കുകയാണ്. അപ്പൊ എന്താണ്? കാർബണിന്റെ ബാലൻസി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് CH ഡബിൾ ബോണ്ട് CH ഇങ്ങനെയല്ലേ വന്നത്. അപ്പൊ എന്താണ്? ക്രോട്ടണൈൽ ACP. ആൻഡ് ഇത് തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് ഫൈനൽ സ്റ്റെപ്പ് അല്ലേ?
ക്രോട്ടണൈൽ ACP on reduction gives റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നേരത്തെ നമ്മൾ റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്തേതാ NADPH അല്ലേ gives butyryl ACP ഇവിടെ എന്താണ് എഗെയിൻ ഹൈഡ്രജൻ റിമൂവ് ചെയ്തു അല്ലെ ഹൈഡ്രജൻ ആഡ് ചെയ്തു അല്ലേ ഹൈഡ്രജൻ ആഡ് ചെയ്തൊക്കെയല്ലേ ചെയ്തത് ഈ മോളിക്യൂളിലോട്ട് അപ്പോൾ ഇവിടെ എങ്ങനെ ആഡ് ചെയ്യാം നമുക്ക് കോമൺ വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റണത് അല്ലേ ഇങ്ങനെയല്ലേ CH3 CH2 CH2 C ഡബിൾ ബോണ്ടോ ACP അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ റിയാക്ഷൻസ് ഒന്നുകൂടെ നമുക്ക് പറയാം അതായത് ഇലോങ്ങേഷൻ സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 റിയാക്ഷൻസ് ആണ് വരുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് അസറ്റൈൽ ACP കമ്പൈൻസ് വിത്ത് എ മോളിക്യൂൾ ഓഫ് മലോണൈൽ ACP 3 കാർബൺ മോളിക്യൂൾ ആണ് പ്രൊഡ്യൂസ് എ 4 കാർബൺ മോളിക്യൂൾ അസറ്റോ അസറ്റൈൽ ACP with the help of the enzyme beta keto acyl ACP synthase. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ് അസറ്റോ അസറ്റൈൽ ACP ഒരു മോളിക്യൂൾ ഓഫ് NADPH യൂസ് ചെയ്തിട്ട് 3 ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP ഉണ്ടായി ഈ എൻസൈമിന്റെ പേര് നമുക്കിതിൽ എൻസൈമിന്റെ പേര് എഴുതിയില്ല ബീറ്റ കീറ്റോ അസൈൽ റിഡക്റ്റേസ് എൻസൈമിന്റെ പേര് ബീറ്റ കീറ്റോ അസൈൽ റിഡക്റ്റേസ് റിഡക്റ്റേസ് മാത്രം എഴുതിയാലും തെറ്റല്ല കേട്ടോ ഇവിടെ എന്താണ് റിയാക്ഷൻ നടന്നത് റിഡക്ഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ റിഡക്റ്റേസ് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ എന്തുണ്ടായി 3 ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP തേർഡ് സ്റ്റെപ്പില് 3 ഹൈഡ്രോക്സി ബ്യൂട്ടറൈൽ ACP ഓൺ ഡീഹൈഡ്രേഷൻ ടു പ്രൊഡ്യൂസ് ക്രോട്ടണൈൽ ACP the presence of the enzyme 3 hydroxy acyl dehydratase again റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ് അപ്പൊ എന്താണ് ഇവിടെ വരുന്ന എൻസൈം 3 ഹൈഡ്രോക്സി അസൈൽ ഡീഹൈഡ്രറ്റേസ് ഇവിടെ എന്താണ് ഡീഹൈഡ്രേഷൻ ആണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ദി ക്രോട്ടണൈൽ ACP again reduction reaction gives butyryl ACP ആ റിഡക്ഷന് വേണ്ടി ഇവിടെ രണ്ടാമത്തെ മോളിക്യൂൾ ഓഫ് NADPH യൂസ് ചെയ്തു ഇവിടുത്തെ എൻസൈമിന്റെ പേരോ ഈനോയിൽ റിഡക്റ്റേസ് again അപ്പൊ ഈ 4 സ്റ്റെപ്പുകൾ അപ്പൊ എന്താണ് 18 കാർബൺ 20 കാർബൺ ഓർ എത്ര നമ്പർ കാർബൺ ആറ്റം ഉള്ള ഫാറ്റി ആസിഡ് ചെയിൻ ആണെങ്കിലും ശരി ഈ 4 സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എത്ര കാർബൺ പ്രൊഡ്യൂസ് ചെയ്യണം എന്നനുസരിച്ച് ഈ 4 സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ ഇപ്പൊ എന്താ ഉണ്ടാവുക അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ ഉണ്ടായണം ബ്യൂട്ടറൈൽ ACP വരെ ഉണ്ടായിട്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലാണ് ബ്യൂട്ടറൈൽ ACP ഉണ്ടായി ദെൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫാറ്റി ആസിഡ് ഇലോങ്ങേഷന്റെ സമയത്ത് നമുക്കറിയാം നമുക്ക് കോമൺ സെൻസ് വെച്ചാൽ തന്നെ അറിയാം ബ്യൂട്ടറൈൽ ACP എത്ര കാർബൺ മോളിക്യൂളാന്ന് പറഞ്ഞു 4 കാർബൺ മോളിക്യൂളാണ് ദെൻ അഗെയിൻ കണ്ടൻസേഷനിലെ വരിക മലോണൈൽ ACP ബ്യൂട്ടറൈൽ ACP മലോണൈൽ ACP ആയിട്ട് കമ്പൈൻ ചെയ്യണം പ്രൊഡ്യൂസ് എന്തുണ്ടാവും ബീറ്റ കീറ്റോ അസൈൽ ACP അതൊരു 6 കാർബൺ ആയിട്ടുള്ള മോളിക്യൂളായിട്ട് വന്നു ഇതെല്ലാം സെയിം ഏതൊക്കെ പ്രൊസീജിയർ ഇപ്പൊ ഇത് കണ്ടൻസേഷനിലേക്ക് കഴിഞ്ഞേ ദെൻ റിഡക്ഷൻ ഡീഹൈഡ്രേഷൻ റിഡക്ഷൻ ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും ഇങ്ങനെ അത് എല്ലാ ഇത് ഫോളോ ചെയ്ത് അവസാനം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫാറ്റി ആസിഡ് വരെ
ഈ സ്റ്റെപ്പുകൾ സൈക്കിള് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ലാസ്റ്റ് അസൈൽ ACP ഉണ്ടാവും. ദെൻ അപ്പൊ എന്താണ് പർട്ടിക്കുലർ മോളിക്യൂൾ CN മോളിക്യൂള് ഉണ്ടായി വിചാരിക്കുക. ദെൻ അടുത്ത തേർഡ് സ്റ്റേജിൽ എന്തുണ്ടാവും? എഗെയിൻ അസൈൽ ACP പ്ലസ് മലോണൈൽ ACP പ്രൊഡ്യൂസ് എന്താണ്? ഒരു C16 ആയിട്ടുള്ള അസൈൽ ACP പ്രൊഡ്യൂസ് ചെയ്യും. ഈ C16 ആയിട്ടുള്ള അസൈൽ ACPനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ്? പാൽമിറ്റേറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. പാൽമിറ്റേറ്റ്. ഇങ്ങനെ പാൽമിറ്റേറ്റ് ഉണ്ടാവുന്നത് വരെ ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് പ്രൊസീജിയർ? കണ്ടൻസേഷൻ, റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് റിഡക്ഷൻ. അങ്ങനെ വന്നിട്ട് അവസാനം C16 ആയിട്ടുള്ള പാൽമിറ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ അത് ആക്കും. അതാണ് പറഞ്ഞില്ലേ, അതാണ് പ്രിക്കസർ മോളിക്യൂൾ ഓഫ് ദി ഫാറ്റി ആസിഡ് സിന്തസിസ് എന്ന് പറയുന്നത്. എന്താണ്? പാൽമിറ്റേറ്റ് ആണ്. അപ്പൊ പാൽമിറ്റേറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അതിന്ന് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുക ചെയ്യുക. ഓവറോൾ റിയാക്ഷൻ ഓഫ് പാൽമിറ്റേറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. അതായത് 7 മോളിക്യൂൾ ഓഫ് പാൽമിറ്റേറ്റ് ആണ്, C16 ആണ് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ്? 7 മോളിക്യൂൾ ഓഫ് അസറ്റേറ്റ് CoA, 7 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 7 ATPs യൂസ് ചെയ്തിട്ട് എന്തുണ്ടായി? ഫസ്റ്റ് 7 മലോണൈൽ CoA പ്ലസ് 7 ADP പ്ലസ് 7 PI പ്ലസ് 14 H+. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അസറ്റൈൽ CoA കണ്ടൻസേഷൻ അല്ലേ, റിയാക്ഷൻ അല്ലേ, 7 മലോണൈൽ CoA ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്, അപ്പൊ ആ സമയത്ത് ഓരോ സൈക്കിളിലും 2 NADPH വെച്ച് യൂസ് ചെയ്തു അല്ലേ. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ 7 സൈക്കിൾസ് അല്ലേ വരുന്നത്. അപ്പൊ 14 NADPH യൂസ് ചെയ്തു ആൻഡ് 2 മോളിക്യൂൾ ഓഫ് OH യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗീവ്സ് എ മോളിക്യൂൾ ഓഫ് പാൽമിറ്റേറ്റ്. എത്രയാണ്? C16 ആണ്. പ്ലസ് 7 CO2 പ്ലസ് 14 NADP പ്ലസ് 8 CoA. അതാണ്. ഇത്രയാണ് പാൽമിറ്റേറ്റ് മോളിക്യൂളിന്റെ പ്രൊഡക്ഷൻ. ഇവിടെ പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സ് സിന്തസൈസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സിന്തസൈസ്ഡ് ഇൻ ദി സൈറ്റോപ്ലാസത്തിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷേ ഫാറ്റി ആസിഡിന്റെ പ്രിക്കസർ മോളിക്യൂൾ എന്താണ്? നമ്മളിപ്പോൾ ഇതിന്ന് ഇത്രയും നേരം പറഞ്ഞതെന്ന് മനസ്സിലായി. അസറ്റൈൽ CoA ആണ് പ്രിക്കസർ മോളിക്യൂള്. ഈ പ്രിക്കസർ മോളിക്യൂൾ എവിടെയാണ് കാണുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് അല്ലേ. മൈറ്റോകോൺട്രിയയിലാണ് ഈ പ്രിക്കസർ മോളിക്യൂൾ. എങ്ങനെയാണ് അത്? അവര് പൈറുവേറ്റുന്ന അസറ്റൈൽ CoA ഉണ്ടാവും, പക്ഷെ അതെവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഫാറ്റി ആസിഡ്സ് സിന്തസൈസ് ചെയ്യേണ്ടത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. അപ്പൊ എന്താണ്? മൈറ്റോകോൺട്രിയെന്ന് സൈറ്റോപ്ലാസത്തിലോട്ട് അസറ്റൈൽ CoA കൊണ്ടുപോകണം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാറ്റി ആസിഡ് സിന്തസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൈറ്റോകോൺട്രിയയിലുള്ള അസറ്റൈൽ CoAസിനെ സൈറ്റോപ്ലാസത്തിലോട്ട് എത്തിക്കണം. അപ്പൊ എന്താ? മൈറ്റോകോൺട്രിയയിൽ അങ്ങനെ വെറുതെ അസറ്റൈൽ CoAനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ആർ നോട്ട് പെർമിയബിൾ ടു അസറ്റൈൽ CoA. അപ്പൊ അതാണ് മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ കൂടെ അസറ്റൈൽ CoAസിന് സൈറ്റോപ്ലാസത്തിലോട്ട് കടക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും വിചാരിച്ചു കഴിഞ്ഞാൽ അസറ്റൈൽ CoA മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ വെച്ചിട്ട്, അപ്പൊ അതായത് അഥവാ ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ അസറ്റൈൽ CoA combines with a molecule of
ഓക്സാലോ അസറ്റേറ്റ്. മൈറ്റോകോൺട്രിയൽ acetate CoA combines with a molecule of oxaloacetate to produce citrate. Citrate എന്നൊരു മോളിക്യൂൾ ഉണ്ടായി. acetate CoA combines with a molecule of oxaloacetate produce citrate. Then citrate മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ യെല്ലോയിൽ വരച്ചിരുന്നതാണ് മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ കൂടെ സിട്രേറ്റിന് മൂവ് ചെയ്യാം. ദെൻ അപ്പോൾ ഇവിടെ സിട്രേറ്റ് ഉണ്ടായി. സിട്രേറ്റിന്റെ കൂടെ ഇവിടെ CoA റിലീസ് ചെയ്തിട്ടുണ്ട്. സിട്രേറ്റ് ട്രാൻസ്പോർട്ടഡ് ടു ദി സൈറ്റോപ്ലാസം. ഇതാണ് സൈറ്റോപ്ലാസം. സിട്രേറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ സൈറ്റോപ്ലാസം where it is cleaved by citrate lyase with the help of ATP. ATP യൂസ് ചെയ്തിട്ട് സിട്രേറ്റ് ഇവിടെ മൈറ്റോകോൺട്രിയയിൽ എത്തിക്കഴിഞ്ഞാൽ ക്ലീവ് ചെയ്യുന്നു. ആരാണ് ക്ലീവ് ചെയ്തത്? സിട്രേറ്റ് ലയേസ്. സിട്രേറ്റ് ലയേസ് എന്ന് പറയുന്ന എൻസൈം ക്ലീവ് ചെയ്യും. എന്നിട്ട് ക്ലീവ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? സെയിം സാധനങ്ങൾ തന്നെ, അസറ്റൈൽ CoA ആൻഡ് ഓക്സാലോ അസറ്റേറ്റ്. ഈ രണ്ട് മോളിക്യൂൾ ഇപ്പോൾ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു സൈക്കിള് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസറ്റൈൽ CoAനെ ഷട്ടിൽ ചെയ്ത് നമുക്ക് മൈറ്റോകോൺട്രിയയിൽ നിന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ ഉണ്ടായ ഓക്സാലോ അസറ്റേറ്റ് ഇല്ലേ, ഇതിനെ തിരിച്ചു കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഓക്സാലോ അസറ്റേറ്റ് ഒരു മോളിക്യൂൾ ഓഫ് NADH യൂസ് ചെയ്തിട്ട് മാലേറ്റ് ആവും. മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ മാലേറ്റ് ഉണ്ടായി. മാലേറ്റ് മാലിക് എൻസൈം എന്ന് പറഞ്ഞിട്ട് സൈറ്റോപ്ലാസത്തിൽ പ്രസന്റ് ആണ് കേട്ടോ. മാലിക് എൻസൈമിന്റെ പ്രസൻസിൽ മാലേറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ്. മാലേറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ്. ആ പർട്ടിക്കുലർ സമയത്ത് എന്താണ് ഒരു NADPHും റിലീസ് ചെയ്യുന്നുണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യുന്നുണ്ട്. പൈറുവേറ്റ് ഉണ്ടാവാൻ അപ്പം മാലേറ്റ് പൈറുവേറ്റ് ആക്കുന്ന എൻസൈം കൂടെ മാലിക് എൻസൈം ആണ്. ആ സമയത്ത് NADPH റിലീസ് ചെയ്യുന്നുണ്ട്, കൂടാതെ കാർബൺ. അപ്പം ഇവിടെ ഒരു NADH ഇവിടെ യൂസ് ചെയ്തെങ്കിലും പകരമായിട്ട് ഒരു NADPH ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ദെൻ പൈറുവേറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ പൈറുവേറ്റ് എത്തിക്കഴിഞ്ഞു. ദെൻ pyruvate is converted to oxaloacetate. In the presence of the enzyme pyruvate carboxylate. Pyruvate carboxylase. അപ്പോൾ എന്താണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പൈറുവേറ്റിന്റെ കൂടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തിട്ട് എൻസൈം ഏറെയാണെന്ന് മാത്രം പൈറുവേറ്റ് കാർബോക്സിലേസിന്റെ പ്രസൻസിൽ പൈറുവേറ്റിനെ ഓക്സാലോഅസറ്റേറ്റ് ആക്കി. Then another molecule of acetate CoA അവൈലബിൾ ആവുമ്പോൾ എന്താണ് ഓക്സാലോഅസറ്റേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് സിട്രേറ്റ് ആയിട്ട് അത് സൈറ്റോപ്ലാസത്തിന് ആദ്യം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സിട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അസറ്റൈൽ CoA കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അസറ്റൈൽ CoAയുടെ ഫേറ്റ് എന്താണ്? ഇതാണ് ഫാറ്റി ആസിഡ് സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ, ഫാറ്റി ആസിഡ് സിന്തസിസ്. അപ്പോൾ ഇവിടെ എന്തൊരു ബെനിഫിറ്റ് വന്നാൽ എന്താണ് ശരിക്കും? ഫാറ്റി ആസിഡ് സിന്തസിസിന് നമ്മൾ പറഞ്ഞു 2 NADPH ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് NADPH 2 NADPH വീതം വേണം. അപ്പം എന്താണ് കുറച്ച് ഏകദേശം ഒരു 8 അസറ്റൈൽ CoA ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 8 NADH യൂസ് ചെയ്യും, 8 NADPH റിലീസ് ചെയ്യും അല്ലേ. അപ്പം അത്ര പിന്നെന്താണ് ബാക്കിയുള്ള NADPH ഇനി ബാക്കി സിന്തസൈസ് ചെയ്യാൻ NADPH ഇട്ടണം പോരാ അല്ലേ.
ബാക്കി 6 NADPH കൂടെ വേണം. അത് HMP പാത്വേ വഴി കിട്ടും കേട്ടോ. HMP പാത്വേ വഴിയും കിട്ടുന്നുണ്ട് NADPH. കുറച്ച് ഇത് വഴി കിട്ടും, ബാക്കി HMP പാത്വേ വഴി കിട്ടും. അങ്ങനെ അത് ഫാറ്റി ആസിഡ് ഒരു ബേസിക് ആയിട്ട് അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ വരുന്നുണ്ട്. ഏതായാലും ഇത്രയാണ് ഫാറ്റി ആസിഡ് സിന്തസിസ്. ഇനി ഇതിന്റെ ഇതിൽ ഡബിൾ ബോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ലോങ് ചെയിൻ ആയിട്ടുള്ള ഫാറ്റി അസൈൽ അസൈൽ ചെയിൻസിലോട്ട് എന്താണ് ഡബിൾ ബോൺസ് ആഡ് ചെയ്യാം. ഡബിൾ ബോൺസ് ആഡ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. സൈറ്റോക്രോം B5, NADH സൈറ്റോക്രോം B5 റിഡക്റ്റേസ്, ഡീസാച്ചുറേസസ്, ഇതെല്ലാം ഡബിൾ ബോൺസ് ആഡ് ചെയ്യാനായിട്ട് ഫാറ്റി ആസിഡ് ചെയിനിലോട്ട് ഡബിൾ ബോൺസ് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ്. പക്ഷേ മാമൽസിന്റെ കേസിൽ C9 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഡബിൾ ബോൺസ് ആഡ് ചെയ്യാനുള്ള എൻസൈം ഇല്ല. മാമൽസിൽ C9 വരെ ആഡ് ചെയ്യാനുള്ള എൻസൈംസ് മാമൽസിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉള്ളൂ. ബാക്കി C9 കഴിഞ്ഞ് വല്ല ഡബിൾ ബോൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള എൻസൈംസ് മാമൽസിൽ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ മാമൽസിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് C9 കഴിഞ്ഞിട്ട് മാമൽസിൽ ഡബിൾ ബോൺസ് ഉണ്ടാവില്ല. അപ്പൊ അതായത് ഒരു C18 ഉള്ള ഫാറ്റി ആസിഡ് ഉണ്ടാവുന്നിരിക്കും, അതായത് ലിനോലിയേറ്റ് എന്നൊക്കെ പറഞ്ഞ. പിന്നെ അല്ലാതെ അതിന് ഡബിൾ ബോൺസ് വരുന്നത് C9 C12 ആണ്. പിന്നെ ലിനോലീനിയേറ്റ്, അതിന് വരുന്നത് C9 C12 C15. അപ്പൊ ഇതൊന്നും മാമൽസിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടപ്പ ഈ ഫാറ്റി ആസിഡ്സിന് എന്ത് ചെയ്യണം? മസ്റ്റ് ബി സപ്ലൈ ഡയറ്റ് വഴി കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റണില്ല. ഇത്രയാണ് ഫാറ്റി ആസിഡ് സിന്തസിസ്.